ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല എന്നും അന്വേഷണം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വാദം അവാസ്തവമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി SITയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ അന്വേഷണ സംഘത്തിന്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SITയിലേക്ക് പ്രവേശിപ്പിക്കാൻ അവർക്ക് 2 പേർക്കും പരസ്യമായ CPM ബന്ധമുള്ള ആളുകളാണ്. CPM ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി SITയിൽ കടന്നു കയറി SITയുടെ അന്വേഷണത്തിന്റെ രഹസ്യങ്ങൾ CPMന് ചോർത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളെയും ശബരിമലയിൽ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ മനഃപൂർവ്വമായി ഗവൺമെന്റ് CPM നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന് SIT അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തെന്നല്ലല്ലോ. ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തത് ആരാണ്, അത് എവിടെ കൊണ്ടുപോയിട്ടാണ് വിറ്റത്, ഏത് കോടീശ്വരനാണ് അവിടുത്തെ ദ്വാരപാലക ശില്പം കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തവരല്ലല്ലോ അന്വേഷിക്കുന്നത്. പല ക്രിമിനലുകൾക്കും പല കുഴപ്പക്കാർക്കും ഒക്കെ പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോ എടുത്തവരൊക്കെ പ്രതികളാകാൻ പറ്റുമോ? നാളെ ഏത് കേസിൽ ആര് പ്രതിയായാലും അവരുടെ കൂടെ ഫോട്ടോ എടുത്തവരൊക്കെ പ്രതികളാവോ? അതൊക്കെ CPM നേതാക്കൾ പെട്ടു. 3 CPM നേതാക്കൾ ജയിലിലാണ്. അടുത്ത CPM നേതാക്കന്മാർ, അതിനേക്കാൾ വലിയ നേതാക്കന്മാർ ജയിലിലേക്കുള്ള ക്യൂവിലാണ്. അതിന് ബാക്കിയുള്ളവരെ കൂടി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന വൃഥാശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം, അവരുടെ പാർട്ടിയോടുള്ള ചോദ്യം, അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അതാണ് ചോദ്യം. നടപടി സ്വീകരിക്കാത്തത് അവർ കൂടുതൽ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തും എന്നുള്ള ഭയം കൊണ്ടാണ്. അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളിപ്പോൾ വടക്കാഞ്ചേരിയിലെ കേസ് പുറത്തു വന്നു. ഒരാളെ UDFിലെ ഒരു അംഗത്തെ സ്വാധീനിക്കാൻ 50 ലക്ഷം രൂപയാണ് ആളെ പുറത്തു കളഞ്ഞു. ആൾ അപ്പുറത്ത് വോട്ട് ചെയ്ത് 50 ലക്ഷം രൂപ കൊടുത്തിട്ട്. ഇത് തന്നെയാണ് മറ്റത്തൂരിൽ നടന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക, എന്നിട്ട് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ BJP രീതിയിൽ പരിശ്രമിക്കുക. CPM എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അവിടെയും മറ്റത്തൂരിലും കണ്ടത്. മറ്റത്തൂരിലും വടക്കാഞ്ചേരിയിൽ കണ്ട അതേ കാര്യമാണ് നടന്നത്. എന്നിട്ട് തെറ്റായ പ്രചരണം കൊടുത്തു. 8 കോൺഗ്രസ് അംഗങ്ങൾ BJPയിൽ ചേർന്നു. ഒരു കോൺഗ്രസ് അംഗവും BJPയിൽ ചേർന്നില്ല എന്ന് ഞാനാ പറഞ്ഞത്. അപ്പോഴാണ് അറിയുന്നത്. ഒരാളും പോയിട്ടില്ല. ഒരാളും. തൊടുപുഴയിൽ 16 വയസ്സുള്ള മകൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അയാളുടെ ഉമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒരു മരിച്ചുപോയൊരു സഖാവിന്റെ ഭാര്യയായിരുന്നു. അവർക്കൊരു സാധാരണ ജോലി, അവർ കുടുംബം പുലർത്തുന്ന ആ ജോലി വെച്ചിട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി 16 വയസ്സുള്ള മകൻ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട പാർട്ടിയാണ് CPM. ആലോചിച്ച് നോക്കിയേ ഏത് തരത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി RSSനെ പ്രതിരോധിക്കുന്നത് CPM ആണെന്ന് പറയാണ്. നല്ല തമാശയാണ്. RSSന്റെ കൂടി പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് 77 ജയിച്ചു വന്ന MLA ആണ് ശ്രീ പിണറായി വിജയൻ. ആരോരും അറിയാതെ ഔദ്യോഗിക കാറ് മാറ്റി മസ്കറ്റ് ഹോട്ടലിൽ പോയി RSS നേതാക്കളുമായി ചർച്ച നടത്തിയ നേതാവാണ് പിണറായി വിജയൻ. BJP സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി അജിത് കുമാറിനെ വിട്ട് പൂരം കലക്കിയ ആളാണ് പിണറായി വിജയൻ. BJPക്ക് ജയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതാണ്. CPI നേതൃത്വം പോലും അത് പറഞ്ഞല്ലോ. അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, വേറെ ഗൂഢാലോചന ഉണ്ടായി എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. BJP പറയുന്നതനുസരിച്ചിട്ടാണ്. BJP പറയുന്നതനുസരിച്ച് മാത്രം, RSSും പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ. എന്നിട്ടിപ്പോ ചില ആളുകളെ കൊണ്ട്, ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിപ്പോ LDF കലാപമായി. ഇപ്പൊ CPI പറഞ്ഞു. CPI നേതാവിനെ ചതിയൻ ചന്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPI നേതാവിനെ, ഘടകകക്ഷിയുടെ ഏറ്റവും വലിയ നേതാവിനെ വരെ ചീത്ത വിളിപ്പിക്കുകയാണ്. വേറെ ആളുകളെ കൊണ്ടുവന്ന് ചീത്ത വിളിപ്പിക്കുകയാണ്. എന്നിട്ടിപ്പോൾ അവര് മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ്. എന്താണ് മുസ്ലിം ലീഗും അവർ തമ്മിലുള്ള പ്രശ്നം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ
SNDPക്ക് SN ടെസ്റ്റിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട്. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ്? വല്ല തെറ്റും ചോദിച്ചോ? അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് പറയുന്ന 3 ജില്ലകളിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് ചോദിച്ചു. കിട്ടിയില്ല എന്ന് പറഞ്ഞു. 10 കൊല്ലമായിട്ട് പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്. അപ്പോൾ തരാത്തത് അദ്ദേഹമല്ലേ എന്നാ ചോദിച്ചത്? ആ ഗവൺമെന്റ് അല്ലേ? ഇനി ആ ഗവൺമെന്റ് വരണം എന്ന് പറയുന്ന ആള് ഇനി ആ ഗവൺമെന്റ് വന്നാൽ കിട്ടുമോ? അതല്ലേ ചോദിച്ചത്. അത് ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? അതിനയാൾ വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട്. ഇതെല്ലാത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തുടരട്ടെ, അത് തുടരുന്നതാണ് നല്ലത്, നിർത്തണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും ഇങ്ങനെയുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നടത്തണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അതങ്ങനെ നടത്തിപ്പോകട്ടെ. എവിടെ എത്തി നിൽക്കുന്നു? ടീം UDF ആയി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശിഥിലമായ LDF ആണ് മറുവശത്ത്. ശിഥിലമായ തെരഞ്ഞെടുപ്പ് തോൽവിയോട് കൂടി LDF ശിഥിലമാവുകയാണ്. ടീം UDF സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള രാഷ്ട്രീയ വിശകലനം. ഞാൻ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് കലാപം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത്? അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിൽ കൂടി വരുന്നത്. കേരളത്തിന് ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അദ്ദേഹത്തിന്റെ കീഴിലല്ലേ നടപടിയെടുക്കണ്ടേ? എത്ര ഹീനമായ വർഗീയതയാണ് ഈ പറയുന്നത്? വിദ്വേഷത്തിന്റെ പ്രചരണമാണ് നടത്തുന്നത്. സംഘപരിവാർ നടത്തുന്ന അതേ വിദ്വേഷ പ്രചരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ